പലരും ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും കയറിയിരുന്ന് പലരും പല 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 കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്യുന്നത്. മറന്നു പോകുന്നതിന്റെ കാരണം ക്ലാസ് അടച്ചിട്ട് വെച്ചിരിക്കുക. കയറി അങ്ങ് സീറ്റ് വെച്ചിടും. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ആകത്തില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇൻഡിക്കേറ്റർ ഉണ്ട് എപ്പോഴാ, ഓൺ അടിക്കേണ്ടത് എപ്പോഴാ, ഇതും ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങളൊരു വണ്ടിക്കകത്തോട്ട് കയറിയിരിക്കും. മുന്നോട്ടും ബാക്കിലോട്ടും തന്നെ ഇപ്പൊ ബ്രേക്ക് ഒന്ന് പതുക്കെ അയക്കുന്നുണ്ട്, ക്ലച്ചിൽ തന്നെ കാലിരിപ്പുണ്ട്. വണ്ടി ഇവിടുന്ന് ഒരു അനക്കം പോലും ഇല്ല. ഞാൻ ആ വീഡിയോ കാണിക്കണം, നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടാ ബ്രേക്ക് ഒന്ന് പതുക്കെ എടുത്ത് മാറ്റി നോക്കുക. അത് പതുക്കെ അയച്ചു. അല്ല, നിങ്ങൾ ബ്രേക്കിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് മാറ്റരുത്. പെട്ടെന്ന് മാറ്റി ഇങ്ങനെ മാറ്റരുത്. ഇങ്ങനെ മാറ്റാതെ നിങ്ങൾ പതുക്കെ ബ്രേക്കിൽ ഇരിക്കുന്നിടത്തുനിന്ന് പതിയെ എന്നയച്ചു നോക്കിട്ട് ഇപ്പൊ കാണിക്കാൻ വേണ്ടിയിട്ട് ആ കാല് താത്ത് വെച്ച് കാണിച്ചു തരാം. ആക്സിലേറ്ററിന് കാല് മാറ്റി വെക്കും. നിങ്ങൾ അപ്പൊ എടുക്കുന്ന വണ്ടി, ഇപ്പം വീട്ടിലൊക്കെ ഇങ്ങനെ നിരപ്പൊന്ന് എടുക്കുന്ന വണ്ടിക്ക് ആക്സിലേറ്റർ വേണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിപ്പിക്കുന്നത്. ആക്സിലേറ്റർ നിന്ന് മാറ്റി എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. മെല്ലെ വണ്ടി മുന്നോട്ട് നീളുന്നത് കണ്ട. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എടുക്കാൻ. അപ്പൊ ഇതുപോലെ നിങ്ങൾ സ്പീഡ് എന്ത് ചെയ്യണം, ഫസ്റ്റിൽ സെക്കൻഡും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു റോഡിലൂടെ പേടി കൂടാതെ ഒറ്റയ്ക്ക് കാർ ഓടിക്കാം, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയ കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആണെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് തന്നെ അത് നഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു തനിയൊരു വാഹനം ഓടിക്കണമോ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തീർച്ചയായിട്ടും ഒരു വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ കൊണ്ട് തന്നെ ഞാനത് എടുത്ത് കാണിച്ചു തരാം. എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പേടി കൂടാതെ ഒരു വാഹനം, വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടി എടുത്ത് എങ്ങനെ ഓടിക്കാം എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയിൽ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിങ് എന്നാണ്. ഇതുപോലെ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് പേടിച്ച് ലൈസൻസ് കിട്ടിയിട്ട് പോലും ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും വീട്ടിൽ നിന്ദിക്കുന്നവർ പോലും ഉണ്ട്, പലരും കളിയാക്കുന്നവർ പോലും ഉണ്ട്. ഇങ്ങനെ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഓക്കെ. അതായത് നിങ്ങളുടെ വാഹനം വീട്ടിൽ ഇതുപോലെ കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ഞാൻ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ തന്നെ കയറ്റിയിരുത്തി കാണിച്ചു തരാം. എന്നിട്ട് ആള് കയറിയിരുന്ന് നിങ്ങൾ ഒരു വാഹനത്തിലേക്ക് കയറിയിരുന്ന ആദ്യം ഓരോന്നോരം നമ്മുടെ പേരിടുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ ക്രമമായിട്ട് എഴുതിയാലേ നമ്മുടെ പേരാകൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വാഹനത്തിൽ കയറിയിരുന്ന് ആദ്യമേ ഓരോന്ന് ചെയ്യേണ്ടതുണ്ട്. എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്കൊരു വണ്ടി പലപ്പോഴും എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പൊ ക്രമമായിട്ട് നിങ്ങളുടെ പേര് ഞാൻ അങ്ങോട്ട് ഒരു വണ്ടി എടുക്കുന്ന നമ്മൾ അങ്ങോട്ട് എഴുതി തരികയാണ്. അപ്പൊ ഒരു വാഹനത്തിലേക്ക് ആദ്യമേ കയറിയിരുന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ബ്രേക്കിലേക്ക് കാല് വെക്കുക. ബ്രേക്കിലേക്ക് കാല് വെച്ചതിന് ശേഷം സ്റ്റിയറിംഗിലും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, താഴെയായിട്ട് ഒരു കമ്പിയുണ്ട്. അത് നിങ്ങൾ മുകളിലേക്ക് പൊക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നീക്കുക. എന്നാലേ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഈ നീക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റിയറിംഗിൽ നിന്ന് കൈ വിട്ടിട്ട് നിങ്ങൾ അത് ആ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. കൃത്യമാകുകയല്ല, നമുക്ക് എത്രയും വേണമെന്ന് അറിയത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് സ്റ്റിയറിംഗിൽ മാത്രം ഒന്ന് പിടിച്ചോണ്ട് ചെയ്ത് പലരും കണ്ട് ഇങ്ങനെ, ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർ കണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ആ സീറ്റ് ക്ലിയർ ആകാത്തത്. നിങ്ങൾക്ക് സീറ്റ് ക്ലിയർ ആണ്, കാരണം നിങ്ങൾ ഇപ്പോൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് ക്ലിയർ ആകുന്നുണ്ടെന്നാൽ കുറച്ച് കഴിയുമ്പം വീണ്ടും ആ സീറ്റ് മാറിപ്പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ധാരണ തോന്നുന്നു. നിങ്ങൾക്ക് തെറ്റ് തോന്നുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് കൃത്യമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സീറ്റ് നമുക്ക് ക്ലിയർ ആകാത്തത്. നിങ്ങൾക്ക് സീറ്റ് ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യമേ നിങ്ങൾ വാഹനത്തിലൂടെ കയറിയിരുന്ന് നിങ്ങളുടെ കാല് ബ്രേക്കിലും അതേപോലെ തന്നെ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, സീറ്റ് ക്ലിയർ ആയി കിട്ടത്തുള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും ഒരു വാഹനത്തിൽ കയറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഒരു വണ്ടി എടുക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു വണ്ടിയെ കയറിയിരുന്ന് എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്. അത് കണ്ടില്ല, നമ്മൾ ആദ്യമേ അത് സെറ്റാക്കി അതിനുശേഷം നമ്മുടെ ചാര് ക്ലിയർ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിലേക്ക് പൊക്കി കഴിഞ്ഞാൽ 90 പോലെ തന്നെ ഇതില്ലേ നമ്മുടെ കൂടെ അത് മുന്നോട്ടും ബാക്കിലേക്കും എല്ലാം കൃത്യമായിട്ട് വരും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഈ കുട്ടി കാണിക്കുന്ന പോലെ വരാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് കൃത്യമല്ലാത്തത് കൊണ്ടാണ്. കാരണം ക്ലിപ്പിൽ നിന്ന് നിങ്ങൾ വിടുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്ലിപ്പിൽ മുകളിലേക്ക് തന്നെ പിടിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് വന്നതിന് ശേഷം മാത്രമേ ആ ക്ലിപ്പിൽ നിങ്ങൾ താത്തു കൊടുക്കാവൂ. അപ്പൊ നിങ്ങൾ ഈ ചാര് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിയറിംഗിൽ നിന്ന് വിട്ടിട്ടൊന്ന് ചാരൊന്ന് ക്ലിയർ ചെയ്ത് നോക്കി. കൃത്യമാവുകയില്ല, കണ്ടോ. നമുക്ക് എത്രയും വേണമെന്ന്
അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ചാര് അഡ്ജസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് എത്രയും വേണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാത്തുള്ളൂ. കണ്ടില്ലേ, ആളിന് കൃത്യമായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ആള് നിർത്തിയത്. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മൾ ക്ലച്ച് ചവിട്ടുക. എന്തിനാണ് ക്ലച്ച് ചവിട്ടുന്നത്? ന്യൂട്രാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ന്യൂട്രാക്കുന്ന ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് ഇങ്ങനെ നിങ്ങൾ നോക്കരുത്. എല്ലാവരും കയറി ഇരുന്നിട്ട് ഈ ഒരു രീതിയിലാണ് നോക്കുന്നത്. കാരണം നമുക്ക് താഴെ കിടന്നാലും ന്യൂട്രായിട്ട് തോന്നും, ന്യൂട്രി കിടന്നാലും ന്യൂട്രായിട്ട് തോന്നും, അതുപോലെ തന്നെ മുകളിൽ പോയാലും ഒരു ഏത് കയറി കിടന്നാലും ന്യൂട്രായിട്ട് തോന്നും. കാരണം ഒരു പ്ലേ ഉള്ളത് കൊണ്ട് നമുക്കപ്പോൾ ന്യൂട്രാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്കും താഴോട്ടും കൊണ്ടുപോയി നോക്കുക. ഇതല്ലേ, ഏതെങ്കിലും ഒരു അറ്റത്തോട്ട് കൊണ്ടുപോയി അന്നേരം നമുക്ക് മനസ്സിലായി അത് ഗിയർ, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഒരു തട്ട് ഇങ്ങോട്ട് തട്ടിയാലോ ന്യൂട്രായി. കാരണം അറ്റത്തോട്ട് താഴോട്ട് വന്നാലോ വീണ്ടും എന്തായി? ഗിയറായി. കണ്ടാ, ഒന്ന് തട്ടിയാൽ ഇപ്പൊ ഇങ്ങനത്തെ വേറെ ഒന്നുമില്ല, ഒന്ന് തട്ടിയാൽ എന്തായി? ന്യൂട്രായി. ഇങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് ന്യൂട്രാണെന്ന് നോക്കണം. അപ്പൊ നമുക്കത് നോക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കണ്ണടച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നോക്കിക്കൊണ്ട് ന്യൂട്രാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ പലരും എന്ത് ചെയ്യും, ഈ ഗിയറിലേക്ക് നോക്കിക്കൊണ്ടൊക്കെ ന്യൂട്രാണോ നോക്കി ലാസ്റ്റ് ഗിയറിലിട്ട് അടിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് ഗിയർ എവിടാന്നും അല്ല ന്യൂട്രൽ എവിടാന്നും മനസ്സിലാകാതെ വരും. അപ്പൊ അങ്ങനെ ന്യൂട്രാക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ചാവി ഇടുക. ചാവി ഇട്ടിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ തിരിക്കരുത്, ഒന്ന് തിരിക്കുക. ഒന്ന് തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ലൈറ്റ് കത്തുന്നില്ല, കണ്ടോ, നമ്മുടെ സ്റ്റിയറിംഗിന്റെ ലോക്കാണ്. ആ ലോക്ക് അഴിയത്ത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ തിരിക്കുക. ഒന്നുകൂടെ തിരിക്കുമ്പോൾ മീറ്റർ കൺസോളിനകത്ത് കുറെ ലൈറ്റുകൾ വരും. ആ കുറച്ച് ലൈറ്റുകൾ കേടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടെ തിരിച്ചാൽ എന്ത് ചെയ്തുള്ളൂ, വാഹനം സ്റ്റാർട്ട് ആകത്തുള്ളൂ. കണ്ടോ, വണ്ടി സ്റ്റാർട്ട് ആയപ്പോൾ മീറ്റർ കൺസോളിന്റെ ലൈറ്റുകളെല്ലാം നിന്ന് ഒരു ലൈറ്റ് മാത്രം കിടപ്പുണ്ട്. അത് അവിടെ ഹാൻഡ് ബ്രേക്കിന്റെ ആണ്. കാരണം വണ്ടി സ്റ്റാർട്ടായി. ഇത്രയുള്ളൊരു വണ്ടിയെ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനും വരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിറർ ക്ലിയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും, അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും. അപ്പൊ ബേസ് മോഡൽ വണ്ടിയിലാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പൊ എന്തില്ല, ഇതേപോലെ നമുക്ക് കൈ കൊണ്ടൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതേ സമയത്ത് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എന്ത് ചെയ്യത്തില്ല, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആകാതെ ചെയ്യാൻ കഴിയത്തില്ല. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ആദ്യമേ ഒരു വാനിലേക്ക് കയറിയിരുന്ന് സീറ്റ് ബെൽറ്റ് അല്ല ഇടാൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടു, ഉദാഹരണം നിങ്ങൾ കയറിയിരുന്നു, സീറ്റ് ബെൽറ്റ് അങ്ങ് ആദ്യമേ കയറ്റി ഇട്ടു, ഈ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ആദ്യമേ നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട്. അതിന്റെ ക്രമത്തിന് വന്നാൽ മാത്രമേ ചെയ്തുള്ളൂ. നിങ്ങളുടെ പേരാണെങ്കിലും ഒരു വള്ളി ഇടേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് ആ വള്ളി ഇട്ടാലേ നമ്മുടെ പേരാകുള്ളൂ. എവിടെയെങ്കിലും കൊണ്ടുവന്ന് വള്ളിയോ അല്ലെങ്കിൽ ദീർഘമോ ഇട്ട് കഴിഞ്ഞാൽ എന്താകത്തില്ല, നമ്മുടെ പേര് കറക്റ്റായിട്ട് വായിക്കില്ലെന്ന് പറഞ്ഞതുപോലെ നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് അതിന്റെ ക്രമത്തിന് വന്നാൽ മാത്രമേ നമുക്ക് സീറ്റ് ഇട്ടിട്ടാലേ എന്തെടുത്തുള്ളൂ കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമേ കയറിയിരുന്ന സീറ്റ് ബെൽറ്റ് ഇട്ടാൻ ചെയ്തില്ല. പലരും ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും കയറിയിരുന്ന് പലരും പല കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്യുന്നത്. മറന്നു പോകുന്നതിന്റെ കാരണം, നിങ്ങൾ കയറിയിരിക്കുമ്പോഴേ എന്ത് ചെയ്യും, ആ ചൂടും പിടിച്ച് അതിനകത്തോടെ കയറിയിരിക്കും. ഒന്നാം ക്ലാസ് അടച്ചിട്ടിരിക്കുക, കയറിയിരിക്കുമ്പോഴേ കയറി അങ്ങ് സീറ്റ് പറ്റിടും. പിന്നെ സീറ്റും അഡ്ജസ്റ്റ് ആകത്തില്ല, പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇൻഡിക്കേറ്റർ ഉണ്ട് എപ്പോഴാണ്, ഓൺ അടിക്കേണ്ടത് എപ്പോഴാണ്, ഇതും ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങളൊരു വണ്ടിക്കകത്തോട്ട് കയറിയിരിക്കും. നമുക്കൊരു വണ്ടിയെ കയറി എന്താ ചെയ്യേണ്ടത്, ഒരു വണ്ടി എടുക്കാനാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കാൽ ഭാഗം അതുപോലെ തന്നെ മുക്കാൽ ഭാഗം കാണത്തക്ക പോലെ വേണം എന്ത് ചെയ്യാൻ, മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നിങ്ങളുടെ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ദാണ്ട് ഈ ഒരു കാൽ ഭാഗം മാത്രമേ കാണാവൂ. അല്ല, നിങ്ങൾ മുക്കാൽ ഭാഗം ദാണ്ട് ഇങ്ങനെ ബോഡി കാണിക്കരുത്. കാൽ ഭാഗം നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ ദാണ്ട് ഈ ഒരു കാൽ ഭാഗം മാത്രമേ എന്താകാവൂ, നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കാവൂ. ഇതേപോലെ വേണം നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഇതേപോലെ തന്നെ നിങ്ങൾ രണ്ട് സൈഡിലെ മിററുകളും അതേ രീതിയിൽ വെക്കുക. അതുപോലെ തന്നെ സെന്റർ മിററും അതേപോലെ തന്നെ നമുക്ക് ബായിക്ക് കാണത്തക്ക പോലെ വേണം എന്ത് ചെയ്യാൻ, ദാണ്ട് ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു മിററിനകത്ത് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ കാണാം. അതിനുശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം. കാരണം പിന്നെ നമുക്ക് കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു പണിയും ഇല്ല. കാരണം നമുക്ക് ആകെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു പണിയേ ഉള്ളൂ, എന്താ, നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ നമുക്ക് കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ വരത്തില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്തിനാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്? ഒരു വണ്ടി, ഈ കിടക്കുന്ന വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ, മുൻപോട്ട് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ തന്നെയാണോ നോക്കണം. പലരും എന്ത് ചെയ്യും, ആ ഫസ്റ്റ് ഗിയർ കൊണ്ടിട്ട് ഇങ്ങനെ തട്ടി നോക്കും, ഫസ്റ്റ് ഗിയർ ആണോ ഫസ്റ്റ് ഗിയർ ആണോ ഫസ്റ്റ് ഗിയർ ആണോ. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ നോക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ന്യൂട്രാക്കണം. ഒന്ന് ന്യൂട്രാക്കിയതിനു ശേഷം അങ്ങേ സൈഡിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയിക്കേണ്ട കാര്യമില്ല, ഫസ്റ്റ് തന്നെ ആയിരിക്കും. അതേസമയത്ത് അങ്ങേറ്റത്തോട്ട് പോയില്ല, ഏത് ഗിയറിലായിട്ടായിരിക്കും വീഴുക, തേർഡ് ഗിയറിലായിരിക്കും. ഒന്നിട്ട് കാണിച്ച്. അപ്പൊ നമ്മൾ അങ്ങേറ്റത്തോട്ട് പോയില്ല, ഏത് ഗിയർ വീഴും, തേർഡ് ഗിയറിലോട്ട് പോകും. അപ്പൊ നമ്മൾ അങ്ങേ സൈഡ് ചേർത്ത് ന്യൂട്രാക്കുക. ന്യൂട്രാക്കിയതിനു ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ വീണ്ടും അങ്ങേ സൈഡോട് ചേർക്കുക, ഫസ്റ്റ് ഇട്ട് കറക്റ്റ് ഫസ്റ്റ് ഗിയർ തന്നെ ആയിരിക്കും. ആ ഫസ്റ്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നിങ്ങൾ പലരും ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഈ ഫസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യും, ബാക്കിലേക്ക് നോക്കും, ബാക്കിലെ വണ്ടി ഉണ്ടോ എന്നുള്ളത്. ഈ ബാക്കിലെ നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പിന്നെ അവരെന്ത് ചെയ്യും, ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് തുടക്കക്കാരെന്ത് ചെയ്യും, അവരുടെ ശ്രദ്ധ പിന്നെയും ആ വണ്ടിക്ക് ഉള്ളിലോട്ട് പോയി ഹാൻഡ് ബ്രേക്ക് മാറ്റാൻ വേണ്ടി പോകുമ്പോൾ
ഒരു 2-3 സെക്കൻഡെങ്കിലും വേണം. അത് ആലോചിക്കാനും 2-3 സെക്കൻഡ് വേണം. ഈ സമയം കൊണ്ട് എന്ത് ചെയ്യാം, ബാക്കിൽ നിന്ന് ഒരു വണ്ടി വരാം. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലോ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് മാറ്റി കഴിയാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ തല വെളിയിലോട്ട് പുറത്തേക്ക് പോയി നിങ്ങൾ ശ്രദ്ധിക്കരുത്. കാരണം ആദ്യമേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ വണ്ടി ഇല്ലെന്ന് കണ്ടിട്ട് നമ്മൾ ബ്രേക്ക് എടുക്കാൻ പോകും. അപ്പൊ ഈ 3 സെക്കൻഡ് 4 സെക്കൻഡും ഒക്കെ മാറി കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യാം, ഒരു വണ്ടി നമ്മൾ അത് കാണാത്ത വണ്ടി ആ സമയത്ത് വരാം. അപ്പൊ നമ്മുടെ വണ്ടിയിലെല്ലാം ചെയ്ത് വേണം എന്ത് ചെയ്യാം, നമ്മൾ വെളിയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാറി. ഈ ഹാൻഡ് ബ്രേക്ക് മാറിയപ്പോൾ നമ്മുടെ കാൽ എവിടെയൊക്കെ ഇരിപ്പുണ്ട്, ക്ലച്ചിലും ഇരിപ്പുണ്ട്, ബ്രേക്കിലും ഇരിപ്പുണ്ട്. എന്തിനാണ് ക്ലച്ചിലും ബ്രേക്കിലും കാലിരിക്കുന്നത്? ഇപ്പം നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ എന്ത് സംഭവിക്കും, വണ്ടി ഓഫ് ആയി പോകാനുള്ള കാരണം സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഗിയറിലായതുകൊണ്ട്. അതുകൊണ്ട് ന്യൂട്രലാണെങ്കിൽ നമുക്ക് ഇപ്പം കാലെടുക്കാം. അപ്പൊ ന്യൂട്രലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് കാല് വെക്കേണ്ട കാര്യം ഇല്ല. കണ്ടില്ലേ? അപ്പൊ വണ്ടി ഓഫ് ആയി പോകത്തില്ല. അതേ സമയത്ത് നമ്മൾ ഇപ്പൊ ക്ലച്ച് ചവിട്ടി വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ, ഗിയറിലായതുകൊണ്ടാണ്. കാരണം നമ്മൾ ഗിയറിൽ കിടക്കുമ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും. കാരണം മറ്റേ കാലം ഇവിടെ ഇരിപ്പുണ്ട്, ബ്രേക്കിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് വണ്ടി ഓഫ് ആയി പോകും. ഇപ്പൊ നമ്മുടെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഇരിപ്പുണ്ട്. ഇപ്പൊ ഇട സൈഡിലെ മിററിൽ നോക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമ്മൾ എടുക്കുന്നത് എങ്ങോട്ടാ, വല സൈഡിലോട്ടാണ്. കാരണം ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി നമ്മൾ എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം റൈറ്റ് സൈഡിലെ മിറർ വേണം നോക്കാൻ. അപ്പൊ ബാക്കിൽ നിന്ന് വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മളൊരു ഇൻഡിക്കേറ്റർ അവിടെ കൊടുക്കുന്നതിലല്ല കാര്യം. കാരണം നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മിററിൽ നോക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയും ഏത് സൈഡ് തന്നെയാണ്, ഈ നമ്മുടെ സൈഡ് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും അറിയത്തില്ല ആ വണ്ടിയുടെ വീൽ എങ്ങോട്ടാണ് തിരിഞ്ഞ് കിടക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ മിററിൽ നോക്കാതാണ് എടുക്കുന്നതെങ്കിൽ ഇത് സംഭവിക്കും, നമ്മൾ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയായിട്ട് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മിററിൽ നോക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ മിററിൽ നോക്കുമ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് ധൃതിയൊന്നുമില്ല, വണ്ടി പോട്ടെ. അതിനിപ്പോ ഇച്ചിരി നമുക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇച്ചിരി റൈറ്റിലോട്ട് പോയെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ മിററിൽ നോക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, നമ്മൾ വണ്ടി എടുക്കാൻ. അപ്പൊ വണ്ടി എടുക്കുമ്പോൾ എവിടെ നിന്നാണ് നമ്മൾ ആദ്യമേ കാല് മാറ്റേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമേ എടുക്കുമ്പോൾ ആദ്യമേ ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കുക. പതിയെ അയച്ചു നോക്കുമ്പോൾ മുന്നോട്ടും ബാക്കിലോട്ട് നിന്നാണ്. ഇപ്പൊ അവിടെ ബ്രേക്കിൽ നിന്ന് പതുക്കെ അയച്ചിട്ടുണ്ട്, ക്ലച്ചിൽ തന്നെ കാലിരിപ്പുണ്ട്, വണ്ടി ഇവിടുന്ന് ഒരു അനക്കം പോലും ഇല്ല. ഞാൻ ആ വീഡിയോയുടെ കാണിക്കണം, നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടാ, ബ്രേക്കിൽ നിന്ന് പതുക്കെ എടുത്ത് മാറ്റി നോക്കുക. അത് പതുക്കെ അയച്ചു. അല്ല നിങ്ങൾ ബ്രേക്കിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് മാറ്റരുത്. ബ്രേക്കിൽ നിന്ന് ബ്രേക്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ പെട്ടെന്ന് മാറ്റിക്ക്. എന്നിട്ട് ഇങ്ങനെ മാറ്റരുത്. ഇങ്ങനെ മാറ്റാതെ നിങ്ങൾ പതുക്കെ ബ്രേക്കിൽ ഇരിക്കുന്നിടത്തുനിന്ന് പതിയെ നന്നായിട്ട് നോക്കണം. അപ്പൊ ബാക്കിലേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താം വണ്ടി നിരപ്പത്താ കിടക്കുന്നു എന്നുള്ളത്. അങ്ങനെ വേണം നമ്മൾ അയച്ചു നോക്കാൻ. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, ബ്രേക്കിൽ നിന്ന് എടുക്കുമ്പോൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ നിന്ന് മാറുന്ന കാല് ആസൈഡിന്റെ മുകളിലേക്ക് വെറുതെ വെക്കുക. ആസൈഡ് ചവിട്ടണമെന്നൊന്നുമില്ല. എന്നിട്ട് ഇപ്പൊ കാണിക്കാൻ വേണ്ടിയിട്ട് ആ കാല് താത്ത് വെച്ച് കാണിച്ചു തരാം. ആസൈഡിന്റെ കാല് മാറ്റി വെക്കും. നിങ്ങൾ അപ്പൊ എടുക്കുന്ന വണ്ടി ഇപ്പൊ വീട്ടിലൊക്കെ ഇങ്ങനെ നിരപ്പൊന്ന് എടുക്കുന്ന വണ്ടിക്ക് ആസൈഡർ വേണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിപ്പിക്കുന്നത്. ആസൈഡർ മാറ്റി എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുക. കാണില്ല, മുകളിലേക്ക് മെല്ലെ വേണം കാലെടുക്കാൻ. ആദ്യമൊക്കെ പ്ലേ തന്നെയാണ്, കണ്ടോ, മുകളിലേക്ക് ആ ഒരു കാഫ് ക്ലച്ച് നമ്മൾ പറയുന്നത് അവിടെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി മുന്നോട്ട് നീളുന്നത്. കണ്ടോ? അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എടുക്കാൻ. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യരുത്, കണ്ട ആളിന്റെ കാല് ക്ലച്ചിൽ തന്നെ ഇരിപ്പുണ്ട്, ഒരുപാട് എടുത്തോണ്ട് പോകുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, വണ്ടിക്ക് സ്പീഡ് കൂടാതെ തന്നെ ഇതുപോലെ നമുക്ക് എടുക്കാൻ സാധിക്കും. കൃത്യമായിട്ട് ഇതുപോലെ തന്നെ വേണം. നമുക്ക് സ്പേസ് കുറഞ്ഞുള്ള സ്ഥലത്തെല്ലാം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വെപ്രാണവും ധൃതിയും വെച്ചുകൊണ്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഒരുപാട് മുകളിലോട്ട് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കാതെ. ഇത് കണ്ടില്ല, ആള് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. കണ്ടോ, ക്ലച്ചിന്റെ മുകളിലേക്ക് എടുക്കുന്നില്ല. ക്ലച്ചിന്റെ മുകളിലോട്ട് പോകുന്നതോടെ എന്ത് ചെയ്യും, വണ്ടിക്ക് സ്പീഡ് കൂടും. കണ്ടോ, കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു വണ്ടി ഇതുപോലെ നമുക്ക് എടുക്കാം. ഒരേപോലെ തന്നെ അവിടെ ഒരേ സ്പീഡിലാണ്. വണ്ടിയുടെ ബ്രേക്കെ പോലും കാല് വെക്കുന്നില്ല, കൃത്യമായിട്ടാണ്. കണ്ട, വണ്ടി ചവിട്ടാതെ തന്നെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്കൊരു മെയിൻ റോഡൊക്കെ ആയിരിക്കും പിന്നെ ഫ്രണ്ടില്. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ളവർക്ക് അതുകൊണ്ടായിരിക്കും പലർക്കും പേടി വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. നമ്മൾ കൃത്യമായിട്ട് ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വണ്ടി കാണത്തണം വരെയും നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണം. കൃത്യമായിട്ട് ആ ഫ്രണ്ട് കാണുന്ന വരെ, അതായത് നമുക്ക് 2 ഷോൾഡർ ചരിച്ച് കാണത്തക്ക പോലെ വരെ എന്ത് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ടിലേക്ക് പോയി നോക്കണം. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളത്. അതുവരെ നിങ്ങൾ മുന്നോട്ട് പോകണം. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സീറ്റിൽ നിന്ന് എന്ത് ചെയ്യരുത്, എഴുന്നേറ്റ് നിങ്ങൾ നോക്കരുത്. കൃത്യമായിട്ട് 2 സൈഡിലും വണ്ടി ഇല്ലാന്ന് കാണുന്നിടം വരെ, വണ്ടി കാണുന്നിടം വരെ, നമ്മൾ ഷോൾഡർ ചരിച്ച് കാണുന്നിടം വരെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഉള്ള വീഡിയോ, ഡീറ്റെയിൽ ആയ വീഡിയോ, എങ്ങനെയാണ് ഒരു TV ജംഗ്ഷനിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് എടുക്കേണ്ടത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ എന്നാൽ സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വണ്ടി കാണാം, 2 സൈഡിൽ നിന്ന് വരുന്ന വണ്ടി കാണാം, കൃത്യമായിട്ട് കണ്ട് എങ്ങനെ ഒരു വണ്ടി എടുക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഈ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനലിൽ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ വണ്ടി 2 സൈഡിൽ ഇല്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നമുക്ക് ഏത് സൈഡിലോട്ടാണ് പോണേ ആ സൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് തിരിക്കണം. ഇപ്പൊ റൈറ്റിലോട്ടാണ് പോകേണ്ടത്, കണ്ടല്ലേ, 2 സൈഡിലും വണ്ടി ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു, ആള് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, വണ്ടി അങ്ങോട്ട്
എടുത്തു. അപ്പം ഇവിടെ വണ്ടികൾ ഒരുപാട് വണ്ടികളും ഒക്കെ വരുന്നതാണ്. അപ്പം നമ്മൾ രണ്ട് സൈഡിലും വണ്ടി കൃത്യമായിട്ട് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വണ്ടി എടുക്കുക. കണ്ടില്ലേ, കൃത്യമായിട്ട് ആ സൈഡിലോട്ട് വണ്ടി എടുത്ത് ചേർത്തിട്ട്. കണ്ട പലർക്കും ഇതുപോലെ ഇങ്ങനെ എടുത്ത വണ്ടി ഇങ്ങനെ റിവേഴ്സ് കയറ്റാനും ഗേറ്റിനകത്തോട്ട് കയറ്റാനും ഒക്കെയാണ് ബുദ്ധിമുട്ട് കൃത്യമായിട്ട്. അപ്പൊ നമ്മൾ റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മിററിൽ നിന്ന് ഒരു കാരണവശാലും നമ്മുടെ കണ്ണ് പോകാതിരുന്നാൽ നമുക്ക് കൃത്യമായിട്ട് വണ്ടി റിവേഴ്സും എടുക്കാൻ സാധിക്കും. കാരണം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് ഒരുപാട് എന്ത് ചെയ്താൽ മതി, ഒരുപാട് എടുക്കാതിരുന്നാൽ മതി. കൃത്യമായിട്ട് നമുക്ക് റിവേഴ്സും എടുക്കാൻ സാധിക്കും. ഞാൻ അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, റിവേഴ്സിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ തനിയെ ഇതുപോലെ നിങ്ങൾ ആദ്യമേ നിങ്ങൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറും മാത്രം നിങ്ങൾ എടുത്ത് വണ്ടി ഓടിക്കാൻ നോക്കാം. നിങ്ങൾ എല്ലാ ഗിയറും ഇട്ട് നിങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നമുക്ക് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും എന്ത് ചെയ്യണം, വണ്ടി ഓടിക്കുക. അല്ലാതെ നമ്മൾ 5 ഗിയർ ഇട്ടത് കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഡ്രൈവർ ആകുന്നില്ല. നമുക്ക് ഈ ഒരു കൈ ബാലൻസും കാൽ ബാലൻസും ആയി കഴിയുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്തോളും, വണ്ടി ഓടിച്ചോളും. 5 ഗിയർ ഇട്ട് കൈ ഇട്ടും കാലും ഇട്ട് അടിക്കാമെന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പേടികൾ മാറി നമുക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം 5 ഗിയർ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് 5 ഗിയർ ഇട്ടാൽ പെട്ടെന്ന് ഒന്ന് ഡൗൺ ചെയ്യുന്ന സമയത്താണ് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഇതുപോലെ നിങ്ങൾ സ്പീഡ് എന്ത് ചെയ്യണം, ഫസ്റ്റിലും സെക്കൻഡിലും മാത്രം ഓടിക്കുക. എന്നാൽ മാത്രം നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു വണ്ടി ഓടിച്ച് നമുക്ക് കൈ തെളിഞ്ഞ് എന്ത് ചെയ്യാം, ഓടിക്കാം. പിന്നെ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ പ്ലെയിനായ ഒരു സ്ഥലത്ത് വരണം കേട്ടോ. ഇതുപോലെ ഒരു പ്ലെയിനായ ഒരു സ്ഥലത്ത് വന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. സെക്കൻഡിൽ ഒരു കൃത്യമായ ഒരു വ്യക്തതയും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിന്റെ ഏത് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാണ് ലൈസൻസ് തന്നിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാണ് ലൈസൻസ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കണം. അപ്പൊ നമുക്ക് കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ കൈയും കാലും കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലും ചെല്ലേണ്ടടുത്ത് ചെല്ലുന്നുണ്ടോ, കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഈ ഒരു ബാലൻസ് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, അതിയായ ആഗ്രഹമാണ്, പേടിയാണ്. അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ല, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 70, 75, 80 വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തോന്ന് ഓടിച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. ഇനി 5 ഗിയർ ഇട്ടല്ലോ, ഇനിയിപ്പോ വണ്ടി ഓടിച്ചോ എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ അങ്ങനെ 5 ഗിയർ ഇട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു വണ്ടി ഓടിക്കാൻ സാധിക്കുകയല്ല. നമുക്ക് ഫസ്റ്റിലും സെക്കൻഡ് ഇതുണ്ടല്ലേ, ഈ ഒരു സൈഡിൽ കൂടെ തന്നെ ചേർത്ത് തന്നെ പതിയെ പതിയെ നമ്മൾ ഓടിച്ച് ഇത് ഓടിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ രീതിയിൽ തന്നെ ഒന്ന് നിർത്തണം. അപ്പൊ നിർത്തണം എന്ത് ചെയ്യണം, ആദ്യമേ ക്ലച്ച് ഔട്ടുന്നു, ഫസ്റ്റിലും സെക്കൻഡാണ് ക്ലച്ച് ഔട്ടുന്നു, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ടുന്നു, ഇങ്ങനെ നിർത്തുക. എന്നിട്ട് നിങ്ങൾ പിന്നെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ വണ്ടി എടുക്കുക. അത് നിർത്തിയിട്ട് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യരുത്, നിങ്ങൾ മറന്നു പോകരുത്, ഗിയർ ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. കാരണം നമ്മൾ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ ഇട്ടാൽ എന്ത് ചെയ്തുള്ളൂ, നമുക്കൊരു വണ്ടി എടുക്കാൻ സാധിക്കുള്ളൂ. കാരണം ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗിയർ ഏതാണ്, ഫസ്റ്റ് ഗിയർ ആണ്. അല്ലാതെ നമ്മൾ ഓടി വരുന്ന ഗിയർ പലതാകാം. പിന്നെ പല ഗിയർ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വണ്ടി ചിലപ്പോൾ ഓഫും ആകാം. അപ്പൊ നമ്മൾ ഈ ഓഫ് ആയാലും നമ്മളോട് പറയും ക്ലച്ചും ബ്രേക്കോട് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലച്ചും ബ്രേക്കോട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ഗിയർ മാറുന്ന കാര്യം ചെയ്തില്ല, മറന്നുപോകും. നമ്മളൊരു വണ്ടി ഓഫ് ആക്കുമ്പോഴും അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ, ഓഫ് ആയി പോയാലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്രൽ ആക്കി വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വേറെ വണ്ടി നിന്നിട്ടുണ്ടോ, നിർത്തിയിട്ട് നിങ്ങൾ പിന്നെ മുന്നേറത്തെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ ആദ്യമേ നമ്മുടെ വണ്ടിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം. നമുക്കിപ്പോ ഒരു വണ്ടി ചിലപ്പം ഫസ്റ്റ് ഗിയർ തന്നെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ സെക്കൻഡ് ആകാം, തേർഡ് ആകാം, ഫോർത്ത് ആകാം. അപ്പൊ നമ്മൾ ആദ്യം നിർത്തിയപ്പോൾ എന്ത് ചെയ്യണം, ആദ്യമേ നമ്മൾ നിർത്തുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഒക്കെ ആക്കി വെക്കണം. അന്നേരം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം മുന്നേറത്തെ തടസ്സങ്ങളൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ബ്രേക്ക് ഒന്ന് മാറ്റി ക്ലച്ച് അതൊക്കെ എടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അന്നേരം നമുക്ക് വണ്ടി ഓഫ് ആകാതെ തന്നെ എന്ത് ചെയ്യാം, മുമ്പോട്ട് എടുക്കാൻ കഴിയും. അതുപോലെ നമുക്ക് വീട്ടിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് ഇതുപോലെ തന്നെ ഇറങ്ങേണ്ടതുണ്ട്. അപ്പൊ ഈ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുത്ത് വിടരുത്. ക്ലച്ചിൽ നിന്ന് എടുത്ത് വിടാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് പോകാം. കാരണം നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുത്ത് തന്നെ എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് എടുക്കാൻ സാധിക്കും. അല്ലല്ല, കൃത്യമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. മുന്നോട്ട് എടുക്കുന്ന സമയത്ത് അതുപോലെ നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്ലച്ചില് നിങ്ങൾ ഒരുപാട് എടുത്ത് വിടരുത്. ക്ലച്ചിൽ നിന്ന് എടുത്ത് വിടാതെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് വാഹനം വീട്ടിനുള്ളിലോട്ട് ഇതുപോലെ തന്നെ കയറ്റാം. നമ്മൾ സ്പേസ് കുറഞ്ഞ സ്ഥലത്തെല്ലാം നിങ്ങൾ ക്ലച്ചാണ് നിങ്ങൾ കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ ക്ലച്ചിനെ പറ്റി കൂടുതലായിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമന്റ് ബോക്സ് വന്നിട്ട് പറഞ്ഞാൽ മതി, ഇന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞു തന്നതും
ഒക്കെ ചെയ്യിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ എന്ന കമന്റ് ബോക്സിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല ഒരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.